ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഫലം കായ്ക്കുന്ന വൃക്ഷവും തക്ക കാലവും ഫലമന്വേഷിച്ച് ചെല്ലുന്ന കൃഷിക്കാരൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന കർത്താവും ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ ഗ്രഹിപ്പാനിടയായി തീർന്നു. നമ്മൾ ഗ്രഹിച്ചത് പ്രകാരമാണ്, ദൈവം അദൃശ്യനാണ്, ദൈവം സ്നേഹമാണ്. സ്നേഹമെന്ന് പറയുന്നത് ഒരു സ്വഭാവമാണ്. ദൈവം തൻ്റെ സൃഷ്ടിയിൽ സ്വഭാവത്തിൽ കൂടിയാണ് വെളിപ്പെടുന്നത്. അങ്ങനെ ദൈവം തൻ്റെ സൃഷ്ടിയിൽ വെളിപ്പെടുത്തുന്ന മുഖ്യമായ 9 സ്വഭാവങ്ങളാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയ ജയം തുടങ്ങിയ കാര്യങ്ങൾ, 9 കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുകയാണ്. ഈ ഫലങ്ങൾ ലോകത്ത് ജനിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യരിലും ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ഈ സ്വഭാവങ്ങൾ വെളിപ്പെടുത്താനാണ്. ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുന്ന മനുഷ്യനെ ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മക്കൾ എന്ന് ദൈവം സ്ഥാനം കൊടുക്കുന്നു. അങ്ങനെ ആദാമിനെയും ഹവ്വയെയും ദൈവത്തിൻ്റെ മക്കളായിട്ട് തന്നെയാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ അതിൽ നിന്നെല്ലാം പോയി അവനിൽ ദൈവിക സ്വഭാവങ്ങൾ വെളിപ്പെടാൻ സാധിക്കാതെ വണ്ണം ദൈവത്തെ അവിശ്വസിച്ചും ദൈവത്തിൽ നിന്നകന്നും അവൻ ദൈവത്തിൻ്റെ ശത്രുവായ, എതിരാളിയായ സാത്താൻ ആകുന്ന പിശാചിൻ്റെ സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ലോകത്തിലുള്ള മാനവരാശി മുഴുവനും പിശാചിൻ്റെ ആകുവാൻ ഇടയായി തീർന്നു. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകൻ എന്ന് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ, പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല, പാപമില്ലാത്ത മനുഷ്യനില്ല, നമ്മിൽ പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം ദൈവത്തെ അസത്യവാദിയാക്കുന്നു. ദൈവം നുണ പറയുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ് മനുഷ്യനിൽ പാപമില്ല എന്ന് പറയുന്നത്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. വ്യത്യാസം ആർക്കുമില്ല. വ്യത്യാസമുള്ളത് ക്രിസ്തുയേശുവിന് മാത്രം. അവനിൽ പാപമുണ്ടായിരുന്നില്ല. മറ്റു സകല മാനവരാശിയിലും ആധിപത്യം പുലർത്തിയിരുന്ന ഒന്നാണ് പാപം. ഈ പാപം സകല മനുഷ്യരിലും അതിൻ്റേതായ ആ പാപം മനുഷ്യനെ കൊണ്ട് ചെയ്യിച്ച സാധാന്യ സ്വഭാവമായിട്ട് വെളിപ്പെട്ടു വന്നുകൊണ്ടിരുന്നു. ഇതാണ് ഇന്ന് മനുഷ്യരിൽ എവിടെ നോക്കിയാലും കാണുവാനുള്ളത്. എന്നാൽ കാലാവസാനത്തിങ്കൽ ദൈവം തൻ്റെ സ്വഭാവത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നവനായ പുത്രനെ പരിശുദ്ധാത്മാവിനെ ലോകത്തേക്ക് അയച്ചു. ലോകത്തിൽ വന്ന് അവൻ മനുഷ്യജന്മം എടുത്തു. അവനാണ് മനുഷ്യനായ യേശു ക്രിസ്തു. ലോകത്തിൽ മനുഷ്യജന്മം എടുത്തതിന് ശേഷം അവനിൽ നിന്ന് ദൈവത്തിന് എന്തെല്ലാം സ്വഭാവങ്ങളുണ്ടോ, നമ്മൾ പഠിച്ചതുപോലെ ദൈവം സ്വഭാവങ്ങളാൽ മനുഷ്യനിൽ വെളിപ്പെടുന്നവനാണ് എന്ന് നമ്മൾ പഠിച്ചതുപോലെ, ദൈവത്തിൻ്റെ ഏതെല്ലാം സ്വഭാവങ്ങളുണ്ടോ അത് മുഴുവനും ലോകത്തിലേക്ക് വന്ന ക്രിസ്തുയേശു വെളിപ്പെടുത്തി. ഇതുപോലെ തന്നെ ക്രിസ്തുയേശുവിനുള്ളവരും, അതായത് ദൈവത്തിൻ്റെ സഭയും, ഇതേ സ്വഭാവം തന്നെ വെളിപ്പെടുത്തുവാൻ ദൈവം ആശിച്ചുകൊണ്ട് ലോകത്തിൽ നിന്ന് പാപിയായിരിക്കുന്ന മനുഷ്യനെ വിളിച്ച് അവൻ്റെ പാപത്തെ കഴുകിക്കളഞ്ഞ് സത്യം അറിയിച്ചു കൊടുത്ത്, തൻ്റെ ആത്മാവിനെ കൊടുത്ത്, നല്ല ദാനങ്ങളെ കൊടുത്ത്, നല്ല വചനങ്ങളെ കൊടുത്ത്, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും അനുഭവിക്കാൻ കൃപ കൊടുത്ത് അവനെ ഒരു കൃഷിക്കാരൻ
വെള്ളവും വളവും സാഹചര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുന്നത് പോലെ ദൈവസഭയിൽ കൊണ്ടുവന്ന് നട്ടിരിക്കുന്ന ഒരു വൃക്ഷമായി ദൈവം കണക്കുകൂട്ടുന്നു. ഇങ്ങനെ ദൈവസഭയിൽ ദൈവം നട്ടിരിക്കുന്ന ഈ വൃക്ഷത്തിൽ നിന്ന് പുറപ്പെട്ടു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങൾ ഓരോ ദിവസവും അത് ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ദൈവം അവസരം കൊടുത്തതിന് ശേഷം കൃഷിക്കാരൻ ഫലം അന്വേഷിക്കുന്നത് പോലെ ഈ മനുഷ്യനിൽ നിന്ന് പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെട്ട് അത് ഫലമായിട്ട് പ്രാപിച്ച് അവനെ എന്നേക്കും അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ദൈവം ഈ മനുഷ്യൻ്റെ അടുക്കിലേക്ക് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞ 9 സ്വഭാവങ്ങളും ഉണ്ട് എങ്കിലും പല സന്ദർഭങ്ങളിലായിട്ട് ഈ 9 സ്വഭാവങ്ങളും എല്ലാ മനുഷ്യരിലും കാണുന്നുണ്ട് എങ്കിലും ഫലം അന്വേഷിക്കാൻ വരുന്ന ദൈവം ഇവൻ ഫലം കായ്ക്കുന്ന വൃക്ഷമെന്ന് സമ്മതിക്കണമെങ്കിൽ ദൈവം അന്വേഷിക്കുമ്പോൾ അതിന് ആ ഫലം കണ്ടെത്തണം. എന്നാൽ മാത്രമേ ദൈവം സമ്മതിക്കൂ. ഇപ്പം ഫലം കായ്ക്കുന്ന വൃക്ഷമെന്ന് പറയാൻ ദൈവം സമ്മതിക്കൂ. അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഈ ഫലത്തിന് വേണ്ടിയിട്ട് അന്വേഷിക്കും. ആ സന്ദർഭം എന്ന് പറയുന്നത് സ്നേഹം എന്ന ഫലം ഒരു മനുഷ്യനിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ആ ഫലം പറിക്കാനായിട്ട് കൃഷിക്കാരൻ വരുന്നത് പോലെ ദൈവം വരുന്നതെന്ന് പറയുമ്പോൾ മനുഷ്യൻ ശത്രുവിനോട് അടുക്കുമ്പോഴും അന്യനോട് അടുക്കുമ്പോഴും തന്നെ ദ്രോഹിക്കുന്നവരോട് അടുക്കുമ്പോഴുമാണ്. അതായത് ഞാനൊരു വൃക്ഷമാണെങ്കിൽ, സഭയിൽ നട്ടിരിക്കുന്ന വൃക്ഷമാണെങ്കിൽ, എൻ്റെ അടുക്കൽ കർത്താവ് ഫലത്തിന് വേണ്ടി വരുന്നത് ഞാൻ എൻ്റെ സ്നേഹിതന്മാരെ കാണുമ്പോൾ അല്ല, എൻ്റെ ശത്രുവിനെ കാണുമ്പോഴും എന്നെ ദ്രോഹിക്കുന്നവരെ കാണുമ്പോഴും, അതുപോലെ തന്നെ അന്യരോട് ഞാൻ ഇടപെടുമ്പോഴും എന്നിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് സ്നേഹമാണെങ്കിൽ അത് ദൈവം അംഗീകരിക്കും. അവൻ ആ ഫലം കായ്ക്കുന്നവനാണെന്ന് ദൈവം സമ്മതിക്കും. ഇതുപോലെ യോസേഫിനെ ദൈവം സാക്ഷ്യം കൽപ്പിച്ചെന്നും മക്കതോന്യ സഭയ്ക്ക് സാക്ഷ്യം കൽപ്പിച്ചെന്നും സൗമ്യത ഉള്ളവർക്ക് ദൈവം സാക്ഷ്യം കൽപ്പിച്ചെന്നുമെല്ലാം നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിക്കാനിടയായിട്ടാണ്. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുന്ന ഫലമെന്ന് പറയുന്നത് ദയയാണ്. ഇച്ഛിക്കുന്നവനാലല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സർവ്വം സാധിക്കുന്നത്. തൻ്റെ ഭക്തന്മാരോട് ദൈവത്തിന് ദയ തോന്നും. അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു സ്വഭാവമാണ് ദയ അല്ലെങ്കിൽ കരുണ. ആരോടെല്ലാം? തൻ്റെ സൃഷ്ടിയോടൊക്കെയും ദൈവത്തിന് കരുണ തോന്നും. എല്ലാ മനുഷ്യരോടും, ദുഷ്ടന്മാരോടും നീതിമാന്മാരോടും നല്ലവരോടും തൻ്റെ സൃഷ്ടിയോടൊക്കെയും ദൈവത്തിന് കരുണ തോന്നുന്നു എന്നാണ് വചനം. അതാരായിരുന്നാലും അവന് നീതിമാനാകട്ടെ ദുഷ്ടനാകട്ടെ എല്ലാവർക്കും ഒരുപോലെ തന്നെ മഞ്ഞും മഴയും നല്ല കാലങ്ങളും സമൃദ്ധിയുടെ കാലങ്ങളും ഉടുക്കാൻ വസ്ത്രവും ഭക്ഷിപ്പാൻ ആഹാരവും കുടിപ്പാൻ വെള്ളവും എല്ലാം കൊടുത്ത് സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കാരണം കർത്താവിൻ്റെ ദയ ഒന്ന് മാത്രമാണ് മനുഷ്യൻ ലോകത്തിൽ നിലനിൽക്കുന്നതിൻ്റെ കാരണം തന്നെ. കർത്താവ് മഹാദയയുള്ളവനാണ്, കരുണയുള്ളവനാണ്. അങ്ങനെ തന്നെ ഉപദ്രവിക്കുമ്പോഴും ദൈവം അവനോട് കരുണ തോന്നും. ദൈവത്തിൻ്റെ രൂപത്തെ വിട്ട് വിഗ്രഹങ്ങളെ ആരാധിച്ച് ദൈവത്തെ പുല്ല് തിന്നുന്ന കാളയ്ക്ക് തുല്യനാക്കി തീർത്ത ഇസ്രായേലിനോടും ദൈവം കരുണയുള്ളവനാണ്, ദയയുള്ളവനാണ്. ഈ ദയയും കരുണയും എപ്പോഴും ദൈവത്തിൻ്റെ നിന്ന് പുറപ്പെട്ടു വരും. ഇതേ സ്വഭാവം തന്നെ
മനുഷ്യർക്കും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ തൻ്റെ മക്കൾക്കും ഉണ്ടായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവം തൻ്റെ ആത്മാവിനാൽ മനുഷ്യനിൽ നിന്ന് ഈ സ്വഭാവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നത്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണരാകുക. അവൻ നീതിമാന്മാരോടും നീതികെട്ടവരോടും അവർക്കും ഏവർക്കും വേണ്ടി മഞ്ഞും മഴയും പെയ്യിച്ച് അവർക്ക് എല്ലാ നന്മകളും ദൈവം കൊടുക്കുന്നവനാണ്. അവർക്ക് മുഖപക്ഷം കാണുന്നില്ല. ഇതുപോലെ എന്തുകൊണ്ട്? മൃഗങ്ങളുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. തൻ്റെ സൃഷ്ടിയോടൊക്കെ കരുണ തോന്നുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ അവൻ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചാണ്. എന്തുകൊണ്ടാണ് മനുഷ്യനോട് അവന് കരുണ തോന്നുന്നത്? എന്തുകൊണ്ടാണ്? മനുഷ്യന് മറ്റു നശിച്ചു പോകുന്ന മൃഗങ്ങളെ പോലെയല്ല. മൃഗങ്ങൾക്കില്ലാത്തൊരു ഭാഗം മനുഷ്യനുണ്ട്. മൃഗങ്ങൾക്കില്ലാത്ത ഭാഗം മനുഷ്യന് ഏതാണുള്ളത്? മനുഷ്യന് അവൻ്റെ അകത്ത് മനുഷ്യനായ ദേഹി എന്ന് പറയുന്ന ഒന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, അവന് യേശുക്രിസ്തുവിൻ്റെ ഛായയുണ്ട്, എന്ന് പറഞ്ഞാൽ സാദൃശ്യമുണ്ട്. ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരിലെല്ലാം യേശുവിൻ്റെ മുഖത്തിൻ്റെ ഛായ ഉണ്ടാകും. മാത്രമല്ല, അവൻ്റെ ഉള്ളിൽ നശിച്ചു പോകാത്ത ദൈവത്തിൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കി തീർക്കുന്ന ദേഹി എന്ന് പറയുന്ന അകത്തെ മനുഷ്യനുമുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ എപ്പോഴും ദൈവത്തിന് മനുഷ്യനോട് കരുണ തോന്നുവാൻ തക്കതായ കാരണങ്ങളാണ്. ഒരു ധനവാനായൊരു മനുഷ്യനാകട്ടെ, ദരിദ്രനായ മനുഷ്യനാകട്ടെ, എവിടെയെങ്കിലും വെച്ച് തൻ്റെ മകൻ്റെ അതേ ഛായയുള്ള ഒരു കുഞ്ഞിനെ കാണുമ്പോൾ താനെ അവിടെ നിൽക്കും, താനെ അവിടെ ശ്രദ്ധിക്കും, താനെ കരുണ തോന്നും, താനെ വാത്സല്യം തോന്നും. ഇതുപോലെ തന്നെയാണ് സർവശക്തനായ ദൈവത്തിന് മനുഷ്യനെ കാണുമ്പോൾ, ഒന്നാമത്തെ അവൻ്റെ രൂപം കാണുമ്പോൾ യേശുവിൻ്റെ ഛായ അവനുള്ളത് കൊണ്ട് ദൈവം അവനെ ശ്രദ്ധിക്കും. രണ്ട്, ദൈവം പുറമേ ഉള്ളതിനെ മാത്രമല്ല ഹൃദയത്തെ നോക്കുന്നവനാണ്. ഹൃദയത്തെ നോക്കുമ്പോൾ അവൻ്റെ അകത്ത് ദൈവത്തോട് സദസ്യനാക്കി തീർക്കുന്ന ദേഹി എന്ന് പറയുന്ന അകത്തെ മനുഷ്യൻ എന്ന് പറയുന്ന ഒന്നുണ്ട്. ഈ രണ്ട് കാരണങ്ങളാൽ ദൈവത്തിന് അവരോട് കരുണയുണ്ട്. ഇതേപോലെ തന്നെ മനുഷ്യനും മറ്റു മനുഷ്യരെ കാണുമ്പോൾ വിചാരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തെന്നാൽ മൃഗങ്ങളെപ്പോലെയല്ല മനുഷ്യൻ. നമ്മൾ ലോകത്ത് നമ്മുടെയൊക്കെ ദൃഷ്ടിക്ക് കണ്ടിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ ഒരല്പം ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഒരു പിടി അരിക്ക്, ഒരു പിടി ചോറിന്, ഒരു പിടി വെള്ളത്തിന് കെഞ്ചിക്കൊണ്ട് അവിടെ വന്ന് നിലവിളിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കില്ല. എന്നാൽ അപ്പോൾ തന്നെ ഒരു പശു, അത് കുത്തുന്നതാകട്ടെ, ഉപദ്രവിക്കുന്നതാകട്ടെ, കറവയുള്ളതാകട്ടെ, കറവയില്ലാത്തതാകട്ടെ, ഏതും ആയിക്കോട്ടെ, ഒരു പശു ആ ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, അവിടുത്തെ ശീലമായതുകൊണ്ട് ആ പശുക്കളെല്ലാം അവിടെ വരികയും ചെയ്യും. ആ ഗേറ്റിലേക്ക് വന്ന് തല ഉയർത്തി ആ ഗേറ്റിൽ വയ്ക്കുമ്പോഴത്തേക്കും ആ വീട്ടിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭക്ഷണം, അതായത് പരിപ്പ്, റൊട്ടി, അതിനെ സംബന്ധിച്ചുള്ള എല്ലാ വിഭവങ്ങളും കൂട്ടിയ ആ ഭക്ഷണം ചുരുട്ടി ആ പശുവിൻ്റെ വായിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും. ആ പശു അത് വായിൽ വഹിച്ചുകൊണ്ട് അങ്ങ് പോകുന്നതും കാണാം, അത് തിന്നുകൊണ്ട് പോകും. ഇത് നമ്മുടെ ദൃഷ്ടിക്ക് നമ്മൾ കാണുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരിക്കലും ദൈവം ഒരു മനുഷ്യനെ കാണുന്നത് പോലെ ദൈവത്തിൻ്റെ മക്കളും മറ്റു മനുഷ്യരെ കാണേണ്ടതാണ്. എങ്ങനെ കാണണം? ഒന്നാമത്തത് തന്നെ, എനിക്കും ആ കാണുന്ന മനുഷ്യനും ഒരു ആളുടെ ഛായയുണ്ട്. കാരണം ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു മനുഷ്യനിൽ നിന്നുളവായതാണ്. ആര്? ആദാം എന്ന് പറയുന്ന ഒരു മനുഷ്യനിൽ നിന്നാണ് ഞാനും അവനും ജനിച്ചു വന്നിരിക്കുന്നത്. തുടർച്ചയായിട്ട് സന്തതി പരമ്പരയിൽ കൂടി ജനിച്ചു വന്നിരിക്കുന്നത്. ഈ ലോകത്തിൽ ഉള്ള ഒരു മനുഷ്യനും അതിൽ നിന്ന് ഒഴിവല്ല. ഇങ്ങനെ വരുമ്പോൾ
ലോകത്തിൽ നിന്ന് 1000 കോടി ജനം ഈ ലോകത്തിലുണ്ടെങ്കിൽ 1000 കോടി ജനത്തിനും അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദാമിൻ്റെ ഛായയുണ്ട്. അതായത് നമ്മുടെ വലിയപ്പൻ്റെ അപ്പൻ്റെ ഛായ മക്കളുള്ളതുപോലെ, സാദൃശ്യം മക്കൾക്കുള്ളതുപോലെ ആദാമിൻ്റെ ഛായ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ ആദാമിന് ആരുടെ ഛായയുണ്ട്? വരുവാനുള്ളവൻ്റെ പ്രതിരൂപത്തിലാണ് ആദാമിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് യേശു ക്രിസ്തുവിൻ്റെ രൂപത്തിലാണ് ആദാമിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആദാമിന് യേശുവിൻ്റെ ഛായയുണ്ട്. ദെയർഫോർ ആ യേശുവിൻ്റെ സാദൃശ്യം ആദാമിനുമുണ്ട്, സകല മനുഷ്യർക്കും ഉണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും അർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ അമേരിക്കക്കാരനാകട്ടെ, റഷ്യക്കാരനാകട്ടെ, ചൈനക്കാരനാകട്ടെ, ഇന്ത്യക്കാരനാകട്ടെ, എത്യോപ്യക്കാരനാകട്ടെ, ഏത് വെളുത്തവനാകട്ടെ, ചെറിയവനാകട്ടെ, ഉയർന്നവനാകട്ടെ, ഏത് തരത്തിലുള്ള മനുഷ്യനാകട്ടെ, അവർക്കെല്ലാവർക്കും നമുക്ക് അഭിമാനത്തോടെ പറയുവാൻ, ഉറപ്പിച്ച് പറയുവാൻ ഉള്ള ഒരു കാര്യമാണ്, നമുക്കെല്ലാവർക്കും ഒരാളുടെ ഛായയുണ്ട്. ആ സാദൃശ്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ സാദൃശ്യമാണ്. അതുകൊണ്ട് നമ്മൾ കാണുമ്പോൾ ഒരു സഹോദരങ്ങളെ കാണുന്നത് പോലെ വേണം അവനെ കാണാൻ. രണ്ടാമത്തത് മൃഗങ്ങളെപ്പോലെയല്ല നാം. യേശു ഈ ലോകത്തിലായിരിക്കുമ്പോൾ പറഞ്ഞു, ഏറിയ കുരികലുകളെക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ. കാശിന് 2 കുരികിൽ വിൽക്കും. അന്നത്തെ കാലത്ത് യേശു ഇവിടെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ കാശിന് 2 കുയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്ക്, ഒരു പക്ഷിയാണ്. ഈ പക്ഷി അവർ ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കും. അന്ന് കാശിന് 2 എണ്ണം കിട്ടും. ഈ കുരികിൽ പറന്നു പോകുന്നു, മീവൽപക്ഷി കുരികിൽ പാറിപ്പോകുന്നു, മീവൽപക്ഷി പറന്നു പോകുന്നു എന്ന് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ ഈ കൊയിൽ കാശിന് 2 എണ്ണം കിട്ടും. എന്നാൽ ഏറിയ കുരികിലുകളേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ. ഈ ലോകത്തിലുള്ള കുരികിലുകളെ മുഴുവനും പിടിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വിശേഷതയുള്ളവനാണ് മനുഷ്യൻ. കാരണം ഈ പക്ഷികളിലൊന്നിലും ഈ മൃഗങ്ങളിലൊന്നിലും ഈ ലോകത്തിൽ മനുഷ്യനൊഴികെ ബാക്കി ഒരു ജീവികളുടെ ഉള്ളിലും സ്ഥിരമായി ചത്താൽ ആ ശരീരം അഴിഞ്ഞു പോയാലും നിലനിൽക്കുന്നതായ അകത്തെ ജീവിതം എന്ന് പറയുന്ന ഒന്നില്ല. അതുള്ളത് മനുഷ്യന് മാത്രമാണ്. അത് ആ മനുഷ്യനെ എന്ന് പറയുന്നത് അത് നിത്യതയിൽ ജീവിക്കേണ്ടതാണ്. മൃഗമാകട്ടെ ഇന്ന് ചത്തു കഴിഞ്ഞാൽ അത് മണ്ണോട് ചേർന്നു, അതിൻ്റെ ആയുസ് തീർന്നു. എന്നാൽ മനുഷ്യനാകട്ടെ അവൻ ഇന്ന് മരിച്ചാൽ, ഇന്ന് കർത്താവിനെ അറിയാതെ മരിച്ചാൽ, ഇന്ന് അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങും. അകത്തെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരാൾ പുറത്തേക്ക് ഇറങ്ങും, ആത്മാവ്. അത് എന്നും ഒരിക്കലും വെളിച്ചം കാണാത്ത തരത്തിൽ ഇരുട്ടിലേക്ക് പോകും. നോക്കണം, നമ്മളെപ്പോലുള്ള മനുഷ്യരാണ്. എന്നെ ഒരാൾ തല്ലുക, എന്നെ ഒരാൾ ഉപദ്രവിക്കുക, സകല വിധത്തിലും ദ്രോഹം ചെയ്യുക. അവനെ നോക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ഇന്ന് അവനെക്കൊണ്ടത് ചെയ്യിക്കുന്നത് അവൻ്റെ മനസ്സല്ല. അവനെക്കൊണ്ടത് ചെയ്യിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതാണ് അത് ചെയ്യിക്കുന്നത്. രണ്ടാമത്തത്, ഇന്ന് അവൻ ഈ ദോഷം ചെയ്ത് അവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അത് ഒരിക്കലും വെളിച്ചം കാണാത്ത അവസ്ഥയിലേക്കാണ് പോകാൻ പോകുന്നത്. എന്തായിരിക്കും സ്ഥിതി? അതറിയണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഒരു മനുഷ്യൻ കണ്ണടച്ചിരിക്കണം. തീർത്തും കണ്ണടച്ച് ഒന്നിലേക്കും നോക്കാതെ വണ്ണം കണ്ണടച്ചിരിക്കണം 10 മിനിറ്റ്. ആ 10 മിനിറ്റ് തികയ്ക്കാൻ ഒരു പക്ഷെ നമുക്കേ കൊണ്ടാവില്ല. അത്ര മാത്രം ഭയങ്കരമാണ്. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഒരു ആത്മാവ് പോകുന്നു എന്ന് പറയുമ്പോൾ അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല എന്നാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന് തോന്നുമ്പോൾ ഇന്ന് ഈ ഭൗതിക ജീവിതത്തിൽ അവൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ടുകൊണ്ട് അവനെ വിധിക്കാൻ ഈ അറിവുള്ളവൻ സമ്മതിക്കില്ല. എന്നാൽ അവൻ നമ്മളെ ഉപദ്രവിക്കുകയാണ് താൻ. അവൻ്റെ ജീവിതത്തിലെ അവൻ്റെ ബുദ്ധി കൊണ്ടും അവൻ്റെ ശരീരം കൊണ്ടും അവൻ്റെ സകല കഴിവ് കൊണ്ടും സ്വാധീനം കൊണ്ടും എന്നെ ഇല്ലാതാക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഞാനാകട്ടെ ഈ ദൈവം എനിക്ക് തന്ന ഈ അറിവും ആ ദർശനവും എനിക്കുണ്ടെങ്കിൽ ഞാൻ
എന്നെ ഉപദ്രവിക്കുന്ന ആ സഹോദരനിൽ ക്രിസ്തുയേശുവിൻ്റെ സാദൃശ്യം എന്നിലും അവനിലുമുണ്ട്. അവൻ്റെ അകത്തൊരു മനുഷ്യനുണ്ട് എന്നിലുള്ളതുപോലെ തന്നെ. അവൻ ഈ അവസ്ഥയിൽ മരിച്ചു കഴിഞ്ഞാൽ നിത്യമായി ഒരിക്കലും മടങ്ങി വരാത്ത ഇരുട്ടിലേക്ക് പോകും എന്ന് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവനോട് കരുണ തോന്നും. ഒരു സഹോദരന് അറിവില്ലാത്ത സഹോദരനോട് കരുണ തോന്നുന്നത് പോലെ അവന് കരുണ തോന്നും, ദയവ് തോന്നും. ഇത് ദൈവത്തിൻ്റെ വചനപ്രകാരം ഏറ്റവും വലിയൊരു ഫലമാണ്. അതായത് ദൈവം ഈ ഫലം അന്വേഷിച്ച് വരുന്നത് എപ്പോഴാണെന്നറിയാമോ? എപ്പോഴോ മറ്റുള്ളവരോട് ദയ തോന്നുന്ന സമയത്ത് വരുന്ന സമയം എപ്പോഴാണെന്നറിയാമോ? ആ സന്ദർഭമായിരിക്കും. കാരണം സ്തേഫാനോസ് എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ വലിയ ശുശ്രൂഷകളെല്ലാം ചെയ്തു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കാൻ പോവുക. അദ്ദേഹം ഒരു പ്രസംഗം കഴിച്ചു, സഹോദരന്മാരെ, ക്രിസ്തുയേശുവിൽ കൂടിയാണ് രക്ഷയുള്ളൂ, അവനിൽ വിശ്വസിക്കണം, അവനാണ് ഏകരക്ഷകൻ മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഴയ നിയമം ചേർത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രസംഗിച്ച് അവർക്ക് തോന്നി. പക്ഷെ അവർ അത് വിശ്വസിച്ചില്ല. അവരെല്ലാവരും കൂടി അതിനെ എതിർത്തു. അപ്പോൾ സ്തേഫാനോസ് എന്ന് പറയുന്ന ഈ കർത്താവിൻ്റെ ദാസൻ ഉയരത്തിലേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും യേശു ദൈവസിംഹാസനത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നതും കണ്ടു. ദൈവസിംഹാസനത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ, ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ സ്തേഫാനോസ് വിളിച്ചു പറഞ്ഞു, ഇതാ ഞാൻ ദൈവസിംഹാസനവും ദൈവത്തിൻ്റെ മഹത്വവും കാണുന്നു, ആ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കാണുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ ചെവി പൊത്തിക്കൊണ്ട്, ഈ വാക്ക് അവർക്ക് സഹിച്ചില്ല. അവർക്കതിൽ സഹിക്കാൻ പറ്റാത്ത വാക്കേതാ പറഞ്ഞു. സഹിക്കാതെ ചെവി പൊത്തിക്കൊണ്ട് ഓടി വന്ന് ഇവനെ കൊല്ലാനായിട്ട് കല്ലെറിഞ്ഞു. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. അപ്പോഴേ നമുക്കതിൻ്റെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ നമ്മൾ വെറുക്കരുതെന്ന് പറയുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 54-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി, ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അപ്പോൾ സ്തേഫാനോസ് പറയുകയാണ്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ചു. അവൻ നിലവിളിക്കാൻ തക്കോണം എന്താ പറഞ്ഞു? ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത് കാണുന്നു, യേശു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു ഞാൻ കാണുന്നു എന്നുള്ളൊരു വാക്കേ പറഞ്ഞോളൂ. അപ്പോൾ അവരെല്ലാവരും നിലവിളിച്ചതാണ്. എന്താ നിലവിളിച്ചിട്ട് എന്ത് ചെയ്തു? അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു. എന്ത് കാര്യം? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇവരെ പരിഹസിക്കുന്നതോ കുറ്റപ്പെടുത്തുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിന്ന വാക്കോ പറഞ്ഞോ? ഇല്ല. ഇവൻ ഇത്രേ പറഞ്ഞോളൂ, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു, ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞോളൂ. ഇവർ ഓടി വന്ന് ചെവി പൊത്തിക്കൊണ്ട് വന്ന് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. അവനെ പുറത്ത് കൊണ്ടുപോയിട്ട് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞു. ഈ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ഇവൻ്റെ വസ്ത്രം, ശൗല് എന്ന് പറയുന്ന അപ്പോസ്തലനായ പൗലോസ് അന്ന് ശൗല രക്ഷയിലേക്ക് വന്നിട്ടില്ല. അന്ന് ശൗല് ഇവൻ്റെ വസ്ത്രം കാത്തുകൊണ്ട് അവിടെ അടുത്ത് നിൽക്കുക. അവിടെ ഉറക്കെ വിളിച്ച് അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കുകയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. ഉയരത്തിലേക്ക് നോക്കി എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചു പറഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ ഇത്ര പ്രാവശ്യം, ഇവർക്ക് ഈ പാപം കർത്താവ് കണക്കിടരുത്. യേശു പറഞ്ഞതുപോലെ തന്നെ. കാരണം ഇവർ അവർക്ക് ഒരു ദോഷമില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. അവർക്ക് ഈ പ്രബോധനം കേട്ടാൽ അവർക്ക് രക്ഷ പ്രാപിക്കാം.
എന്നാൽ അവരെ കൊണ്ട് ഇത് കേൾപ്പിക്കാതെയും മാനസാന്തരപ്പെടുത്താതെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാളുണ്ടെന്ന് കണ്ട് തൻ്റെ തൻ്റെ സാദൃശ്യമുള്ള എൻ്റെ സഹോദരന്മാരാണവർ. എൻ്റെ സാദൃശ്യമുള്ള എൻ്റെ സഹോദരന്മാരാണ്. യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യം, യേശുക്രിസ്തു എന്ന മനുഷ്യൻ്റെ രൂപസാദൃശ്യം എനിക്കും അവർക്കും ഒരുപോലെ ഉണ്ട്. അവരുടെ ഉള്ളിലൊരു പ്രാണനുണ്ട്. അവരിങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നിത്യമായ ഇരുട്ടിലേക്ക് പോകും. ഇത് കണ്ട് ദയവ് തോന്നി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് ഈ പാപം ഇവർക്ക് കണക്കിടരുത്. അപ്പോൾ തന്നെ കല്ലേറ് കൊണ്ട് കല്ലേറ് കൊണ്ട് മരിക്കുന്നവൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ അറിയാമോ? അതായത് അസ്ഥികൾ ഉടഞ്ഞു, അവയവങ്ങൾ ഛിന്നഭിന്നമായി. അതുപോലെ ഒരു കല്ലെറിഞ്ഞ് നമ്മൾ ഇവിടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. സമരത്തിന് കല്ലെറിയുന്നത് മനുഷ്യനെയല്ല, ഏതെങ്കിലും ബോർഡിലേക്കോ ഏതെങ്കിലും കാര്യത്തിലേക്കൊക്കെ കല്ലെറിയുന്നു. മനുഷ്യനെ കല്ലെറിഞ്ഞാൽ തന്നെ അവനൊന്ന് കൊള്ളണം എന്നുള്ള ഉദ്ദേശം. ഇതങ്ങനെയല്ല, ഇവൻ മരിക്കണമെന്നുള്ളതാണ്. മരിക്കാൻ തക്കവണ്ണം അറിയുന്നത്. ഈ കല്ലേറ് കൊണ്ട് മരിക്കുമ്പോൾ തന്നെ ഇവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ഇതാണ്, കർത്താവേ ഈ പാപം ഇവർക്ക് കണക്കരുത്. യേശു പറഞ്ഞതുപോലെ, കർത്താവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് തന്നെ അറിയാൻ പാടില്ല, ഇവർ തന്നെ അറിയുന്നില്ല, അതുകൊണ്ട് ഈ പാപം അവർക്ക് കണക്കിടരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവിടെ നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ അദൃശ്യനായ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. ആരാ? കല്ലെറിയുന്ന വലിയൊരു കൂട്ടം വന്നിട്ടുണ്ട്. വസ്ത്രം സൂക്ഷിക്കുന്ന ശൗല് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. സ്വർഗത്തിൽ യേശു എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. സ്തെഫാനോസ് യേശുവിനെ കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അത്തിയുടെ അടുക്കൽ ഇലത്തഴപ്പ് കണ്ട്, അത്തിവൃക്ഷം കണ്ട് ഫലത്തിന് വേണ്ടി യേശു ചെന്നതുപോലെ ഇന്ന് ഇവിടെ നടക്കുന്ന സംഭവത്തിങ്കൽ സ്തെഫാനോസിൻ്റെ അടുക്കൽ, ആ സംഭവത്തിൻ്റെ അടുക്കൽ യേശു വന്നിരിക്കുകയാണ്. യേശു എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? ഫലം പറിക്കാൻ. ഏത് ഫലം പറിക്കാൻ? ദയ, സഹോദരങ്ങളോടുള്ള ദയവ്, കരുണ. അത് ഈ സമയത്ത് സ്തെഫാനോസിൽ നിന്ന് പുറപ്പെടുന്നുവെങ്കിൽ ദൈവം സാക്ഷ്യം കൽപ്പിക്കാൻ പോവുക. യോസേഫ് ഫലപ്രദമായ വൃക്ഷമെന്ന് പറയുന്ന പോലെ സ്തെഫാനോസ് ഫലപ്രദമായ വൃക്ഷമെന്ന് പറയാൻ ഫലത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ആ ഫലം കർത്താവ് സ്വീകരിച്ചു, ആസ്വദിച്ചു, സാക്ഷ്യം കൽപ്പിച്ചു, ആത്മാവിനെ എടുത്തു. കർത്താവിൻ്റെ വചനപ്രകാരം നമ്മൾ പഠിക്കുന്നത് സ്തെഫാനോസിൻ്റെ ജീവിതം ധന്യമായി തീർന്നു. കരുണ തോന്നുന്നതും സഹതാപം തോന്നുന്നതും ദയ തോന്നുന്നതും ആയ സന്ദർഭങ്ങൾ ദൈവത്തിൻ്റെ വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയുടെ ദിവസമാണ് ഇതറിയുന്നത്. ആ ദിവസമാണ്, ആ സമയമാണ്, ആ സന്ദർഭമാണ് പ്രാധാന്യം. ആ സമയത്താണ് ഉടയവൻ വരുന്നത്. ഇത്രയും കാലം ഇതിലും ദയവ്, ഇതിലും കരുണ സ്തെഫാനോസ് കാണിച്ചിട്ടുണ്ടാകാം. അവിടെ ഒന്നും കർത്താവ് ചെന്ന് ഫലത്തിന് വേണ്ടി ചെന്നില്ല. എന്നാൽ ഇവിടെ ഇതാ താൻ മരിക്കുകയാണ്. തന്നെ സഹോദരങ്ങൾ ഉപദ്രവിക്കുകയാണ്. വെറുതെ ഉപദ്രവിക്കുകയല്ല, ഇല്ലാതാക്കാൻ. ഇനി അവൻ ഭൂമിയിൽ പാടില്ല എന്നുള്ളതിൽ അവൻ്റെ മരണത്തിന് തക്കവണ്ണം അവനെ ഉപദ്രവിക്കുകയാണ്. അപ്പോഴും ആ സമയം ഉടയവൻ വരികയാണ് ഫലത്തിന് വേണ്ടി. സ്തെഫാനോസ് പ്രാർത്ഥിക്കുന്നു, ആത്മാനെ കൈക്കൊള്ളാൻ പ്രാർത്ഥിക്കുന്നു. ശത്രുക്കൾ ജീവനെടുത്ത് കളവാൻ ഭാവിക്കുന്നു. പിശാച് അവരെ കൊണ്ടത് ചെയ്യിക്കുന്നു. ഉടയവൻ അത്തിയുടെ അടുക്കിലേക്ക് ചെന്നതുപോലെ, വിശപ്പ് മാറ്റുവാൻ അത്തിയുടെ അടുക്കിലേക്ക് ചെന്നതുപോലെ, ഈ സ്തെഫാനോസ് ആകുന്ന വൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് വരികയാണ് ഫലത്തിന് വേണ്ടി. കർത്താവെ ഈ പാപം അവർക്ക് നിർത്തരുത്. അവന് സഹതാപം തോന്നി, അവന് കരുണ തോന്നി. ആ ഫലം ഉടയവൻ അനുഭവിച്ചു. സ്തെഫാനോസ് ഫലം കായ്ക്കുന്ന വൃക്ഷം തന്നെ. ദൈവത്തിന് മുമ്പാകെ നീതീകരിക്കപ്പെട്ടവനായി ആ മഹാപദവിയിലേക്ക് പോയി. ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മിൽ നിന്നും ദയ എന്ന ഫലം പുറപ്പെട്ട് കാണുവാനും അത് പ്രാപിപ്പാനും അടുത്തു വരുന്ന കർത്താവ് നമ്മിൽ പ്രസാദിപ്പാൻ തക്കവണ്ണം നാം ഏത് സാഹചര്യത്തിലും
സഹോദര പ്രീതിയും സഹോദരനോട് കരുണയും ദയയും ഉള്ളവരായിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.